അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോ മനുഷ്യനും വലിയ ഒരു അനുഗ്രഹമാണ് തന്നിട്ടുള്ളത്. ആ അനുഗ്രഹം അത് വേണ്ടതുപോലെ നമ്മൾ ആസ്വദിക്കാറില്ല. മഹാന്മാര് പഠിപ്പിക്കുന്നു, അത് ഒരു മനുഷ്യ ശരീരത്തിൽ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, രാത്രി നിങ്ങൾക്ക് വിശ്രമമായിട്ട് അല്ലാഹു തആല നൽകിയിരിക്കുകയാണ്. ആ രാത്രിയിലാണ് മനുഷ്യർ വിശ്രമിക്കേണ്ടത്. അപ്പോൾ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് വിശ്രമം. ആ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് കിടക്കയിലേക്ക് പോകുമ്പോൾ നമ്മൾ സൂറത്തുകൾ പാരായണം ചെയ്യണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായ സൂറത്തുകളുണ്ട്. ആ സൂറത്ത് നമ്മൾ പാരായണം ചെയ്താൽ സഹോദരങ്ങളെ, പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് കാവൽ ലഭിക്കുന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രിയിൽ മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയും കിടക്കാൻ വേണ്ടിയിട്ട് വിരിപ്പിലേക്ക് പോവുകയാ. രണ്ടുപേരും വിരിപ്പിലേക്ക് കടന്നു ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടുകൊണ്ട് രണ്ടുപേരും എഴുന്നേൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മക്കളെ നിങ്ങൾ അവിടെ ഇരിക്കുക, നിങ്ങൾ എഴുന്നേൽക്കണ്ട. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പുത്രിയാന ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ അരികിലും മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലുമായിട്ട് റസൂലുള്ളാഹി ഇരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ കിടക്കുകയാണെങ്കിൽ മക്കളെ, നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ സൂറത്തുകൾ പാരായണം ചെയ്യുക മക്കളെ. ഈ സൂറത്ത് പാരായണം ചെയ്യാതെ നിങ്ങൾ ആരും കിടക്കരുതേ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മരുമകനായ അലി റളിയല്ലാഹു അൻഹുവിനും പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങളതാ ഉറങ്ങാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ പരിശുദ്ധമായ സൂറത്ത് ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്യണേ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ സൂറത്തുൽ ഇഖ്ലാസ് 3 വട്ടം നിങ്ങൾ പാരായണം ചെയ്യണം. അതേപോലെ മുഅവ്വദത്തൈനി നിങ്ങൾ പാരായണം ചെയ്യണം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. എന്ന സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താ എന്റെ
പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും ഈ സൂറത്തുകൾ പാരായണം ചെയ്തിട്ട് അവന്റെ കൈവെള്ളയിലേക്ക് ഊതിയാ, എന്നിട്ട് തല മുതൽ മുഖം വരെയും മുഖം മുതൽ ഇങ്ങനെ തടകി തടകി അവന്റെ ശരീരം മുഴുവനും തടകി കഴിഞ്ഞാ, പിശാച് നമ്മളെ ഉറക്കത്തിൽ നിന്നും പല മോശമായ ചിന്തയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകൂലേ, പല ദുർബോധനങ്ങളിലേക്കും പിശാച് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകൂലേ. ആ വ്യക്തിഗത മോശമായ ചിന്തകളിൽ നിന്ന്, പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു നമുക്ക് കാവലാണ്. ഈ സൂറത്തുകൾ നമുക്ക് കാവലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായ ഈ സൂറത്തുകൾ ഇന്ന് മുതൽ പാരായണം ചെയ്യുക. സൂറത്ത് ഇന്ന് മുതൽ പാരായണം ചെയ്യുക. സഹോദരങ്ങളെ, വലിയ അത്ഭുതമാണ്. ഒരു മനുഷ്യനെ അവന്റെ ഉറക്കത്തിൽ നിന്നും, മോശമായ ചിന്തയിൽ നിന്നും, അതുപോലെ മോശമായ പ്രവൃത്തികളിൽ നിന്നും കാവൽ തരുന്നതായ സൂറത്തുകളാണ്. ഈ സൂറത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ സൂറത്തുകൾക്ക് ധാരാളം പ്രത്യേകതകൾ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സൂറത്ത് നമ്മൾ രണ്ട് കൈയും നമ്മുടെ മുഖത്തേക്ക് അടുപ്പിച്ച് പിടിച്ചിട്ട് സൂറത്തുൽ ഇഖ്ലാസ് 3 വട്ടം പാരായണം ചെയ്ത് ഇശ്ഫി എന്ന് നമ്മൾ ഓതുക. അതേപോലെ മുഅവ്വദത്തൈനി ഓതിയിട്ട് ഇശ്ഫി എന്ന് കൈയുടെ വെള്ളയിലേക്ക് ഓതുക. എന്നിട്ട് തല മുതൽ തടകി മുഖത്തോടിൽ ഇങ്ങനെ തടകിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശരീരം കൈ എവിടം വരെ എത്തുമോ അവിടെയെല്ലാം തടകി പിശാചിന്റെ ആ ഒരു സ്പർശനത്തിൽ നിന്നും രക്ഷ കിട്ടുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്.